ഗുഡ് മോർണിംഗ് കർഷക സുഹൃത്തുക്കളെ. വേമ്പനാട് കോസ്റ്റൽ ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുടെ കേരമിത്രാമൃതം ജൈവലായനി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നൊരു തെങ്ങാണ്. കേടുകളൊന്നും തന്നെയില്ല. ഇത് ഗംഗാബോണ്ടമാണ്. 2 വർഷം കഴിയുന്നു. സ്ഥിരമായിട്ട് കേരമിത്രാമൃതം ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവവളപ്രയോഗം മാസം തോറും ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ് ഇടുന്നത്. ഒരുപാടല്ല, 5 കിലോ ഇടണമെന്നെടുത്ത് 5 ഒന്നും ഇടാറില്ല. വളരെ കുറച്ച് ഇട്ടാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ സൗകര്യമുള്ളതുകൊണ്ടാണ്. ഇല്ലാത്തവരോടാണ് നമ്മൾ 5 കിലോ ജൈവവളം ചുവട്ടിൽ പ്രയോഗിക്കാൻ പറയുന്നത്. നമ്മൾ എർത്തോഗൻ മെഷീൻ ഉപയോഗിച്ച് കുഴിയടിച്ച് വളമിടുകയാണ്. ഇത് മാത്രം അല്പം ക്ഷീണിതാവസ്ഥയിലാണ്. അത് തൈയുടെയും കൂടെ ഒരു ഇതുണ്ട്. പക്ഷേ ചൂട് അത്യാവശ്യം വണ്ണം വെച്ച് തന്നെയാണ് നിൽക്കുന്നത്. 3.5 വർഷം കൊണ്ട് കായ്ക്കണം. 3 വർഷം 3.5 വർഷം കൊണ്ട് കായ്ക്കേണ്ടതാണ്. 2 വർഷം കഴിഞ്ഞു. ഇതാണ്. ഇതും ജൈവവളം നമ്മൾ തടമെടുത്തിട്ടാണ്. തൈയുടെ ഓലകളുടെയൊക്കെ കരുത്തുകൾ നിങ്ങൾക്ക് നോക്കാം. കാര്യമായിട്ട് ഒന്നും തന്നെ കേടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കർഷക സുഹൃത്തുക്കളോട് നിരന്തരമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, രാസവളപ്രയോഗം കൂടാതെ തെങ്ങിനെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഉള്ളൊരു നേർക്കാഴ്ചയാണിത്. ഞാൻ അഡ്വക്കേറ്റ് ജയകുമാർ. ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന തൈകളാണ്. ഇത് വെച്ചപ്പോൾ മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോസ് തരാറുണ്ട്. നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത്, രാസവളം ഉപയോഗിച്ചാൽ മാത്രമേ തെങ്ങിനെ രക്ഷിക്കാൻ പറ്റൂ, തെങ്ങിനെ വളർത്തുവാൻ പറ്റൂ. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തരായ പലരും, പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രശസ്തരായ വ്യക്തികൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മറ്റ് മെസ്സേജുകളിലൊക്കെ അടിക്കടിയായിട്ട് പറയുന്നു, ജൈവവളപ്രയോഗം കൊണ്ട് ഒരു തെങ്ങും ഒരു കൃഷിയും വിജയിക്കാൻ പോകുന്നില്ല, മറിച്ച് രാസവളം മാത്രമാണ് നമ്മുടെ രക്ഷകനെന്ന് തനിയാവർത്തനം ചെയ്യുമ്പോൾ അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗ്രീൻ ലീഫ് കാർഷിക വികസന സംഘവും വേമ്പനാട് കോസ്റ്റൽ ഫാമ പ്രൊഡ്യൂസർ കമ്പനിയും കർഷകരുടെ ഇടയിൽ ഈ രാസവള ലോബികളും അവരുടെ പ്രചാരകരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് അവരുടെ മാനസികമായ സ്ട്രൈക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് വിജയപ്രയാണം ആരംഭിച്ചിട്ടുള്ളത്. 2018 മുതൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടുന്നത് രാസവള ലോബിയിൽ നിന്നാണ്. ആ രാസവള ലോബികളുടെ പ്രണയേതാക്കളായിട്ടുള്ള കർഷക സമൂഹത്തിൽ നിന്നും നമ്മൾ ഒത്തിരിയേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് 7 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് ജൈവ കൃഷി പ്രോത്സാഹനം ഗ്രീൻ ലീഫ് വേംകോ